Hi all, welcome to Kaboodles. Today's Dental Dose, episode number 1. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ഒത്തിരി സംശയങ്ങളാണ് ഒരുപാട് പേർക്കും. 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര പേര് ചെയ്യാറുണ്ട്? എന്തിനാണ് 6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നത്? പല്ലിൽ അടിഞ്ഞുകൂടുന്ന ഡെബ്രീസ്, ഫുഡ് ഡെബ്രീസ് മെയിനായിട്ട്, അത് കാലക്രമേണ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമൊന്നും വേണ്ട, 24 to 72 hours അത് ഹാർഡൻ ചെയ്ത് കാൽക്കുലസ് ഓർ ടാർട്ടാർ ആയിട്ട് മാറുന്നു. അത് നമ്മുടെ പല്ലിലിരുന്ന് ഒരു ബാക്ടീരിയൽ ബയോഫിലിം ഫോം ചെയ്ത് പല്ലുകളുടെ ഇനാമലിനെ കേടുവരുത്തുകയും ഗംസിനെ കേടുവരുത്തുകയും ഗ്രാജ്വലി ഗം ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. എത്ര നല്ല ബ്രഷിംഗ് ടെക്നിക്കുള്ള ആളുകൾക്കാണെങ്കിലും പല്ലിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ മിസ് ചെയ്യാറുണ്ട്. പല്ല് തേക്കുമ്പോൾ അവിടെ ഡെഫിനറ്റ്ലി പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാവും. ഈ പ്ലാക്ക് പിന്നീട് കാൽക്കുലസായി മാറുകയും ചെയ്യും. ഒരു 6 months ടൈം പീരീഡ് ആകുമ്പോഴത്തേനും ഇതുപോലെ അടിഞ്ഞുകൂടിയ കാൽക്കുലസ് എല്ലാം പല്ലിലിരുന്ന് ആക്ടിവേറ്റ് ആയി പല്ലിലെ മോണകളെ ബാധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പീരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന ജിഞ്ചൈവൈറ്റിസിൽ നിന്ന് പീരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന കൂടുതൽ സിവിയർ ആയിട്ടുള്ള മോണരോഗത്തിലേക്ക് ഇത് കടക്കും. അതുകൊണ്ടാണ് 6 months വൺസെങ്കിലും നിങ്ങൾ പല്ലിൽ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾ 6 മാസത്തിലൊരിക്കലും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ഡെൻ്റൽ ചെക്കപ്പ് കിട്ടുകയാണ്. ഒരു പല്ലിൽ കേട് സ്റ്റാർട്ട് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്യും. അതിന് ഏറ്റവും ചെറിയ ട്രീറ്റ്മെൻറ്റ്, മിനിമൽ ട്രീറ്റ്മെൻറ്റിലൂടെ അത് തീരുകയും ചെയ്യും. നമ്മൾ അറിയാതെ പോവില്ല. 6 മാസത്തിൽ പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടൈം പീരീഡാണ്. എല്ലാവർക്കും അത് സെയിം അല്ല. ഓറൽ ഹൈജീൻ, ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ്, സലൈവറി കോമ്പോസിഷൻ, നമ്മൾ താമസിക്കുന്ന ഏരിയയിലെ വെള്ളത്തിൻ്റെ കോമ്പോസിഷൻ, ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ആക്കിയിട്ട് ചിലർക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആ ഇൻ്റർവെല് വരും, ചിലർക്ക് ഒരു 8 മാസത്തിലൊരിക്കലൊക്കെ ചെയ്താലും മതിയാവും. ഫോർ എക്സാമ്പിൾ, ഡയബറ്റീസ് ഉണ്ടായിട്ട് ഒരു ഗം ഡിസീസ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക്, നന്നായി ബോൺ ലോസ് ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ 3 monthsലൊരിക്കൽ ക്ലീനിങ് നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്ന് വരാം. എന്നാൽ യാതൊരു പീരിയോഡോണ്ടൈറ്റിസിൻ്റെ യാതൊരു സിംറ്റംസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇയർലി വൺസ് മതിയാവും. അതുകൊണ്ട് 6 monthsലൊരിക്കൽ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റെക്കമെൻഡേഷൻ എന്താണെന്ന് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചോദിക്കേണ്ടതാണ്. ചിലർക്കുള്ള സംശയമാണ്, എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്തിട്ടും പിന്നെയും കാൽക്കുലസ് റിട്ടേൺ ചെയ്യുന്നത്? ഇതിൻ്റെ റീസൺ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ബ്രഷിംഗ് ടെക്നിക്ക് നിങ്ങൾ മാറ്റിയിട്ടില്ല. കാലങ്ങളായിട്ട് ശീലിച്ച് വന്ന അതേ ടെക്നിക്കിൽ തന്നെയാണ് നിങ്ങൾ പിന്നെയും ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ, എക്സാക്ട് സിമിലർ പാറ്റേണിൽ തന്നെ കാൽക്കുലസ് ഫോം ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ എങ്ങനെയാണ് ഒരു ഏരിയ പോലും വിടാതെ ബ്രഷ് ചെയ്യേണ്ടതെന്ന്? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് അടുത്ത ഡെൻ്റൽ ഡോസ് ആയിക്കോട്ടെ. അപ്പോൾ ഈ 6 മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ ദ ലോങ് റൺ മണി സേവ് ചെയ്യാനും പറ്റും. സോ കീപ് സ്മൈലിംഗ്. ബൈ.